മാത്ത് പേപ്പറിൽ വരുന്ന 20 മാർക്ക് ബേസിക് മാത്സിന്റെ ചോദ്യങ്ങളാണ് അധികവും നമ്മൾ ഓൺലൈൻ ക്ലാസ് ചർച്ച ചെയ്യും. സാറ്റ് പേപ്പറിൽ വരുന്ന 20 ചോദ്യങ്ങൾ, അത് പ്രീവിയസ് ഇയറിലെ ചോദ്യങ്ങളും നിങ്ങളുടെ ടോപ്പിക്കിനനുസരിച്ച് സ്കൂളിലെ ടോപ്പിക്കിനനുസരിച്ച് ചോദ്യങ്ങളും എടുക്കുന്നതായിരിക്കും. ഇപ്പം ഒരു വർഷം എന്ന് പറഞ്ഞാൽ 2023 2023 വന്ന ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു. ഒന്നുമില്ല, ഈ 5890 എന്ന സംഖ്യയുടെ സ്ക്വയറിൽ നിന്ന് സ്ക്വയർ ഓഫ് 5890 മൈനസ് സ്ക്വയർ ഓഫ് 5889 എന്ന സംഖ്യ മൈനസ് ചെയ്താൽ എത്രയാണ്? അതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 11,000 കൊടുത്തിട്ടുണ്ട്, അതുപോലെ 5889 ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, 5889 ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സംഖ്യ 5890 കൊടുത്തിട്ടുണ്ട്, മറ്റൊന്ന് 11,779 കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ആ ടോപ്പിക്കായിട്ട്, സ്ക്വയർ നമ്പേഴ്സ് എന്ന ടോപ്പിക്കായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ 5890 സ്ക്വയറും മറ്റതൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇതിന്റെ എളുപ്പമാർഗം 5890ന്റെ കൂടെ 5889 കൂട്ടിയാൽ മതിയാവും. അപ്പൊ കിട്ടുന്ന 11,779 ആയിരിക്കും ആൻസർ. അത് എന്തുകൊണ്ടാണ്? അപ്പൊ അവിടെ നമ്മൾ സ്ക്വയർ നമ്പേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് പഠിച്ചു വെച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണത്? The difference of two consecutive square number is equal to the sum of the natural number എന്ന്. അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, ഒന്ന് വായിക്കാമോ ഫെർമിൻ ജോസ്? The difference of two consecutive square numbers is equal to the sum of the natural number. Sum of that natural number. അപ്പൊ എന്താണ് പറഞ്ഞെന്ന് പറഞ്ഞാൽ, രണ്ട് അടുത്തടുത്ത വർഗസംഖ്യകളുടെ വ്യത്യാസം ആ സംഖ്യകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും എന്നതാണ്. എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയറിൽ നിന്ന് 2ന്റെ സ്ക്വയർ മൈനസ് ചെയ്യാൻ 3ന്റെ സ്ക്വയറും 2ന്റെ സ്ക്വയറും കണ്ടിട്ട് മൈനസ് ചെയ്യണ്ട, പകരം 3യും 2വും തമ്മിൽ ആഡ് ചെയ്താൽ മതി എന്ന ഒരു കാര്യം. അപ്പം അത് വെച്ച് നിങ്ങൾക്ക് അറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്കൊരു 4 ഡിജിറ്റ് നമ്പർ ആവശ്യപ്പെട്ടത്. അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഉത്തരം 11,779 കിട്ടിയത്. ഇത് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ യെസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ മക്കളോട് വേറൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ബന്ധപ്പെടുന്ന ചോദ്യമാണ്. നോക്കിക്കോളൂ. 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ പ്ലസ് ഡാഷ് 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 പ്ലസ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാലും അതിന്റെ ആൻസറും മക്കൾക്ക് അറിയാവേണ്ടതാണ്. എത്രയാണെന്ന് ടൈപ്പ് ചെയ്യൂ എല്ലാവരും. 55 ആണ്, 55 ആണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് അടുത്തടുത്ത വർഗസംഖ്യകളുടെ വ്യത്യാസം അതിന്റെ തുകയ്ക്ക് തുല്യമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, ഇവിടെ 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയറിനെ 10 പ്ലസ് 9 എഴുതാം.
8 പ്ലസ് 7 എന്ന് എഴുതാം, 6 പ്ലസ് 5 എന്ന് എഴുതാം, 4 പ്ലസ് 3 എന്ന് എഴുതാം, 2 പ്ലസ് 1 എന്നും എഴുതാം. ഇത് തിരിച്ച് ഇങ്ങോട്ട് വായിച്ചാൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 8 പ്ലസ് 9 പ്ലസ് 10 എന്ന് കിട്ടുന്നു. അതിന്റെ അർത്ഥം 1 മുതൽ 10 വരെ കൂട്ടിയാൽ 10 ഇൻറ്റു 11/2 എന്ന് നിങ്ങൾ പഠിച്ചതാണ്. 10 ഇൻറ്റു 11/2 ഇസ് ഈക്വൽ ടു 55 ആണ്. ഇതിൽ ഒരെണ്ണം ഒരു ഈവൺ നമ്പർ ആയതുകൊണ്ട് 10ന്റെ പകുതി എടുത്തു, 5 കിട്ടി. 5നെ 11 കൊണ്ട് ഗുണിച്ചിട്ട് നമുക്ക് 55 കിട്ടുന്നു. ഇത് കുറച്ചുകൂടി നിങ്ങൾ സ്കോളർഷിപ്പിന്റെ മക്കളായതുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനെയും ചോദിക്കാം. 100 സ്ക്വയർ മൈനസ് 99 സ്ക്വയർ പ്ലസ് ഡാഷ് 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 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? ആൻസർ ആരെങ്കിലും കമന്റ് ചെയ്തിട്ട് പറയണേ. 100 ഇൻറ്റു 101/2 ആണ് അതിന്റെ ആൻസർ. അപ്പൊ ഫെർമിൻ ജോസ്, ഈ 100ന്റെ പകുതി എത്രയാണ്? 50. നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗം ഞാൻ പറയാം. ഏതൊരു രണ്ടക്ക സംഖ്യയെയും 101 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പമാർഗം ആ രണ്ടക്ക സംഖ്യയെ 2 തവണ എഴുതിയാൽ മതി. അപ്പൊ 5050 കിട്ടും. ഇപ്പൊ 25 എന്ന സംഖ്യയെ 101 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പമാർഗം എന്താണ് ഫെർമിൻ ജോസ്? 25 25 എന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിട്ടുന്നത് പറഞ്ഞാൽ, ഈ 50നെ 100 കൊണ്ട് ഗുണിച്ചാൽ മക്കൾക്ക് അറിയാലോ. 50നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 5000 ആണ്. പിന്നെ 50നെ 1 കൊണ്ട് പിന്നെ ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്കൊരു 50 കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുത്ത് കൂട്ടിയാൽ 5050 കിട്ടുമല്ലോ. അപ്പൊ ഇതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം നിങ്ങൾ സ്കോളർഷിപ്പ് ഇടുന്ന കുട്ടികളായതുകൊണ്ട്. ഇനി എല്ലാവരും അവരുടെ കയ്യിലെ പെൻസിലും സ്കെയിലും എടുത്ത് നമുക്കൊരു ചിത്രം വരയ്ക്കാം. ഞാനിപ്പോ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് നെറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളും എടുത്തു വെക്കുക. അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അതിനുശേഷം 2024 എടുക്കാം, 23 എടുക്കാം, 22 എടുക്കാം, എല്ലാം എടുത്തു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടുന്ന് ആ ക്വസ്റ്റ്യൻ പരിചയപ്പെടാൻ പറ്റും. ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, ഞാനിതാ ഇവിടെ ഒരു സ്ക്വയർ വരച്ചു. നിങ്ങളും ഒരു സ്ക്വയർ വരയ്ക്കുക. കൃത്യ അളവൊന്നും വേണമെന്നില്ല, നമ്മുടെ ക്ലാസ്സിലുള്ള കാര്യമല്ലയോ. അപ്പൊ അതുകൊണ്ട് കൃത്യ അളവൊന്നും ഇല്ലെങ്കിലും ആ സ്ക്വയർ ആണ് വരച്ചിട്ടേക്ക്. സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ കോഹോസ്റ്റായ കുട്ടിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു യെസ് എന്ന് പറയാം. യെസ്. ഞാൻ ആ സ്ക്വയറിനെ ഒരു അല്പം ഇങ്ങോട്ട് മാറ്റുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ആ സ്ക്വയറിന് മിഡ് പോയിന്റ് അങ്ങോട്ട് അടയാളപ്പെടുത്താം. 1 2 3 4 അങ്ങനെ 4 സൈഡിലും മിഡ് പോയിന്റ് അടയാളപ്പെടുത്തിയാൽ അവർക്കൊരു പേര് കൊടുക്കുന്നത് നല്ലതാണ്. A B C D. ഇനി അതിന്റെ കൂടെ ഞാൻ ചെയ്യുന്നത് നോക്കിക്കോളൂ. കളർ ചെയ്താൽ നിങ്ങൾക്കും നല്ലതാണ്. കളർ ചെയ്താൽ ഇവിടുന്ന് ഈ ഡിയിൽ നിന്ന്
ഞാൻ ഈ കോർണറിലേക്ക് ഇതാണ് ഒരു നേരത്തിൽ വര വരച്ചു. ഇനി അടുത്ത എന്റെ ജോലി ഈ കോർണറിൽ നിന്ന് ഈ ബിയിലേക്കും ഒരു വര വരച്ചു. ഇനി അടുത്ത ജോലി ഈ കോർണറിൽ നിന്ന് സിയിലേക്കുള്ള ഒരു വരയാണ്. അടുത്തത് എയിൽ നിന്ന് ഈ കോർണറിലേക്ക് ഒരു വര വരച്ചു. വരച്ചു കഴിഞ്ഞാൽ എസ് എന്ന് പറയാം. മക്കൾക്ക് പെൻസിൽ ചരിച്ച് പിടിച്ചിട്ട് ഇത് ഈ മിഡിലുള്ള ഈ സ്ക്വയറിനെ, സ്ക്വയർ ആയിട്ടുണ്ടാവും അത്, ഈ സ്ക്വയറിനെ അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യും. നിങ്ങളും ഷെയ്ഡ് ചെയ്യുവിൻ. എന്ത് രസങ്ങൾ ഷെയ്ഡ് ചെയ്ത് കാണാനൊക്കെ. ശരി, അപ്പൊ ഷെയ്ഡ് ചെയ്തത് എന്തായാലും ഒരു സ്ക്വയർ ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എല്ലാ അളവുകളും തുല്യമായിട്ട് ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്ക്വയർ കിട്ടും. ഇനി ചോദ്യം പിടിച്ചോളൂ. എന്താണ് ഇതായിട്ട് ബന്ധപ്പെട്ട ചോദ്യം? അത് നോക്കണല്ലോ നമ്മൾ. The figure shows a square of side 5 units and A, B, C, D are midpoints. What is the area of the shaded square? The figure shows a square. The figure shows square of side 5 units. That's the and A, B, C, D. ഇവിടെ A ഉണ്ട്, അതിന് അവർ ഏർന്ന് അവിടുത്തെ A, B, C, D are midpoints. അത് ശരിയാണ്. നമ്മളോടുള്ള ചോദ്യം ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. ഇത് കണ്ടുപിടിച്ച ശരിയാണ്. 5 സെന്റിമീറ്റർ ആണ്, 5 cm സ്ക്വയർ ആണ്, 5 ചതുരശ്ര യൂണിറ്റ് ആണ്. അത് ശരിയാണ്. യൂണിറ്റ് ആക്കി അവിടെ തന്നത്, അപ്പൊ നമുക്ക് സെന്റിമീറ്റർ ആവാം, എന്തും ആകാം. അപ്പൊ 5 cm സ്ക്വയർ ആണ്. പക്ഷെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുന്നു, ഈ 5 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലാകാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാനത് പറയണമെങ്കിൽ എങ്ങനെയാണെന്ന് ഇത് 5 കിട്ടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി തരാം. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒന്ന്, നിങ്ങൾക്കറിയാമല്ലോ, ഒരു സൈഡ് 5 ആണെങ്കിൽ ഇതിന്റെ മൊത്തം ഏരിയ 5 × 5 ആയ 25 ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അത് ശരിയല്ലേ ഫർമിൻ ജോസ്? അപ്പോൾ ഞാൻ പറയുന്നു, മൊത്തം ഇത് 25 ആകുമ്പോൾ ഈ 25നെ 5 തുല്യ ഭാഗമാക്കിയാൽ എത്രയാണ്? 5 ആണ് എന്ന് പറഞ്ഞാൽ നടുക്കുള്ളത് 5 ആയിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് എങ്ങനെയാണ് സാർ അത് നടുക്കുള്ളത് 5 കിട്ടുക? അതിന് ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ അതങ്ങ് തെളിയിച്ചു നോക്കോ. ഇവിടുന്ന് തന്നെ തെളിയിക്കാൻ പോവുകയാണ്. എന്താണ് ഞാൻ ചെയ്യുന്നത് നോക്കോളൂ. ഈ നടുക്കുള്ള ഇതേ രീതിയിലുള്ള ഈ സ്ക്വയറിന്റെ അതേ വലിപ്പമുള്ള 4 സ്ക്വയറും കൂടി ഞാനിവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. 4 എണ്ണം. ഒന്നിവിടെ ഉണ്ട്, ഇനി 4 എണ്ണം കൂടി ചെയ്യാം. അതിന് ഇതിന്റെ ഈ സൈഡിലുള്ള ട്രയാങ്കിൾ ആയിട്ടുള്ള കാര്യത്തെ നിങ്ങൾക്ക് 1, 2, 3, 4 ട്രയാങ്കിൾ മാർക്ക് ചെയ്യാം. 4 ത്രികോണങ്ങൾ അവിടെ മാർക്ക് ചെയ്യും. എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് മക്കൾ എന്ത് ചെയ്യാം, ഈ ഒന്നാമത്തെ ഈ ട്രയാങ്കിളിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടാക്കും. അപ്പൊ ഇതങ്ങ് ഇല്ലാണ്ടാവും. ശരി. ഇനി രണ്ടാമത്തെ ഈ ട്രയാങ്കിളിനെ നമ്മൾ എടുത്തിട്ട് അതും അതേപോലെ ഇവിടെ കൊണ്ടാക്കുക.
അപ്പൊ രണ്ടാമത്തെ ഈ ട്രയാങ്കിൾ അങ്ങ് ഇല്ലാണ്ടാവും. അടുത്ത ജോലി മൂന്നാമത്തെ ഈ ട്രയാങ്കിളിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടാക്കുക. അപ്പൊ മൂന്നാമത്തെ ഈ ട്രയാങ്കിളിനെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കിയെടുക്കാം. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എല്ലാവരും ഒന്നിച്ച് പറയൂ. നാലാമത്തെ ഈ ട്രയാങ്കിൾ നാലാമത്തെ ഇങ്ങോട്ട് മാറ്റി. അങ്ങനെ മാറ്റിയിട്ട് നാലാമത്തതിനെയും നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി അങ്ങോട്ട് പോയല്ലോ. ഇനി മക്കൾക്ക് എല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കൂ. എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഇവിടെയുണ്ട്, അതേ വലിപ്പത്തിൽ ആ ട്രയാങ്കിൾ എടുത്ത് ഇങ്ങോട്ട് വെച്ചപ്പോ ഇവിടെയുണ്ട്, അതേ വലിപ്പത്തിൽ ഇവിടെയുണ്ട്, അതേ വലിപ്പത്തിൽ ഇവിടെയുണ്ട്, അതേ വലിപ്പത്തിൽ ഇവിടെയുണ്ട്. അപ്പൊ ആ സ്ക്വയറിനെ ഇങ്ങനെ ആക്കി മാറ്റി കൊടുത്തു. ആ ട്രയാങ്കിൾ ഇങ്ങനെ പീസാക്കി കട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെർമിൻ ജോസ് ഇവിടെ മൊത്തം എത്ര സ്ക്വയറായി? ചെറിയത് 5. അങ്ങനെയാണെങ്കിൽ പറയൂ മകനെ, ഈ മിഡിലുള്ളത് എത്രയായിരിക്കും? 5. അപ്പൊ മക്കളോട് ചോദിക്കട്ടെ, നമ്പർ സീരീസ് അതിന് പറയാ സംഖ്യാശ്രേണി എന്നാണ്. എന്താണ് ഇതിന്റെ പേര്? അപ്പൊ നമ്പർ സീരീസില് ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾ കുറെ നമ്പേഴ്സ് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കാരണം ഇത് 3 ടൈപ്പായിട്ടാണ് ചോദിക്കുക. ഒന്ന്, നിങ്ങൾ പഠിച്ചിരിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഈവൺ നമ്പേഴ്സ്, സ്ക്വയർ നമ്പേഴ്സ്, ട്രയാങ്കുലർ നമ്പേഴ്സ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറെ നമ്പേഴ്സുകൾ, ഒരു 10-20ഓളം നമ്പേഴ്സുകൾ തന്നെ നിങ്ങൾ പല ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ഞാൻ ട്രയാങ്കിൾ നമ്പർ എഴുതിയിട്ട് അടുത്തത് ഏത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാനൊരു ട്രയാങ്കിൾ നമ്പറിന്റെ സീരീസ് ചെയ്താൽ 1, 3, 6, 10, 15 ഡാഷ്. അടുത്ത നമ്പർ ഏതാ മക്കളെ? 21 എഴുതിയിട്ട് അത് റെഡിങ് കൊണ്ട് ഒരു പ്രത്യേക കള്ളിയിലടാക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അഥവാ ചില കുട്ടികൾക്ക് ഇത് എങ്ങനെ കിട്ടിയെന്ന് അറിയില്ലെങ്കിൽ അവരിവിടെ ചെറുങ്ങനെ പെൻസിലോട് മാർക്ക് ചെയ്യുക. 1 + 2 ആണ് 3, 3 + 3 ആണ് 6. പിന്നെ നമ്മൾ 4 കൂട്ടുന്നു. 6ന്റെ കൂടെ 4 കൂട്ടിയിലാണ് 10 പിന്നെ 5 കൂട്ടുന്നു. ഇങ്ങനെ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അതിന്റെ സമ്മ് കാണുമ്പോഴാണ് ഈ ട്രയാങ്കുലർ നമ്പർ എന്ന ഈ വിഭാഗം കിട്ടുന്നത്. ഇനി അടുത്ത ഈ നമ്പറും നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ തുടക്കത്തിൽ പഠിച്ചു. അതും ഞാൻ എഴുതി കാണിക്കാം. 1, 4, 9, 16, 25 ഡാഷ് 36. ഈ നമ്പറിന് മക്കൾ എന്ത് പേരാ പഠിച്ചത്? അല്ലെങ്കിൽ വർഗസംഖ്യകൾ എന്നാണ്. അപ്പൊ ഇതും നമ്മളോട് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ വേറൊരു പ്രത്യേകത പറയുന്നത്, ഇവര് തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ട്രയാങ്കുലർ നമ്പറിനെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ, എന്നിട്ട് സ്ക്വയർ നമ്പറിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കോളെ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന്? ട്രയാങ്കുലർ നമ്പർ കൂട്ടിക്കഴിഞ്ഞ സ്ക്വയർ നമ്പർ കിട്ടും. വെരി ഗുഡ്. ആരാ പറഞ്ഞത്? ആദിഷ്. നീ ഇതുവരെ റെഡി ആയിരുന്നു ആദിഷ്. ഇതൊന്ന് നേരത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ക്ലാസ്സിൽ പറയാൻ കഴിയുന്ന കുട്ടികളൊക്കെ നേരത്തെ തന്നെ 10 മിനിറ്റ് മുമ്പൊക്കെ ഓൺലൈൻ കയറിയിട്ട് ഹോസ്റ്റാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കുട്ടികൾക്ക് വേഗം ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു. ശരി സാരേ. എന്ന് പറഞ്ഞാൽ 1നോട് 3 കൂട്ടിയാൽ 4 കിട്ടുന്നു.
പിന്നെയോ 3ഉം 6ഉം അടുത്തടുത്ത ട്രയാങ്കുലർ നമ്പർ ആണ്. അത് കൂട്ടിയാൽ നമുക്ക് സ്ക്വയർ നമ്പർ കിട്ടുന്നു. അപ്പൊ 2 അടുത്തടുത്ത ട്രയാങ്കുലർ നമ്പറിന്റെ സമ്മ് ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇവിടെ 10ന്റെ കൂടെ 15 കൂട്ടിയാൽ 25 എന്ന സ്ക്വയർ നമ്പർ കിട്ടും. ഇപ്പൊ നമ്പർ സീരീസില് നമുക്ക് ട്രയാങ്കുലർ നമ്പറും സ്ക്വയർ നമ്പറും മാത്രമല്ല ചോദിക്കുന്നത്. ഇനി നമ്പർ സീരീസിലെ ഒരു 5 ചോദ്യം ഞാൻ തരികയാണ്. ആ 5 ചോദ്യത്തിനും മക്കൾ ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഉത്തരം എഴുതി വെക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ആ 5 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ മക്കള്. 0, 6, 24, 60, 120 ഡാഷ്. നാളെ തിരുവങ്ങൂർ ഹൈസ്കൂളാണ് ക്ലാസ്. തിരുവങ്ങൂർ ഹൈസ്കൂളിലെ കുട്ടികൾ ഇന്ന് ഈ ക്ലാസ്സിലുണ്ടോ? ആ കുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ നാളെ വരുമ്പോൾ ഒരു വലിയ കോളേജ് നോട്ട്ബുക്ക് വരയില്ലാത്തത്, ഒരു റെഡ് ഇങ്ക് പേന, ഒരു ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് പേന, പെൻസില്, സ്കെയിൽ. ഒരു റെഡ് ഇങ്ക് പേന, എൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ശ്രദ്ധിക്കുന്നവർ പറഞ്ഞോളൂ, അവർ ഈ സാധനം നിർബന്ധമായിട്ട് കൊണ്ടുവരണം. കാരണം നോട്ട് ബുക്കിലൊക്കെ ഭംഗിയായിട്ട് എഴുതിയിട്ടാണ് നിങ്ങൾ വിടും. അപ്പൊ റെഡ് ഇങ്ക് പേന, പെൻസില്, സ്കെയില്, ഒരു 200 പേജ് കോളേജ് നോട്ട് ബുക്ക് സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന പേനയും കൊണ്ടുവരേണ്ടതാണ്. കാരണം ഇങ്ങനത്തെ കാര്യമൊക്കെ എടുക്കുമ്പോൾ ഇടക്ക് റെഡ് ഇങ്ക് കൊണ്ടാണ് ഞാൻ ഇതിന്റെ ആൻസർ നിങ്ങളെ കൊണ്ട് ഇവിടെ മാർക്ക് ചെയ്യിക്കുക. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഓപ്ഷൻ ഞാൻ തരികയാണ്, ആ ഓപ്ഷനിൽ ഏതായിരിക്കും ഇതിന്റെ ശരിയായ ഉത്തരമെന്ന്? ഓപ്ഷൻസ് ആർ 160, 184, 196, 210. ഇതിന്റെ ക്യൂബിൽ നിന്ന് 1 അങ്ങോട്ട് മൈനസ് ചെയ്താൽ 0 കിട്ടും. അപ്പോൾ 2ന്റെ ക്യൂബിൽ നിന്ന് 2 അങ്ങോട്ട് മൈനസ് ചെയ്താൽ 6 കിട്ടും. ഇതല്ലാതെയും വേറെ വഴിയുണ്ട്. ഇതിനേക്കാൾ എളുപ്പം വേറൊരു വഴിയുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തും. 3ന്റെ ക്യൂബായ 27 നിന്ന് 3 മൈനസ് ചെയ്താൽ 24 കിട്ടും. അപ്പോൾ 4ന്റെ ക്യൂബായ 64 നിന്ന് 4 മൈനസ് ചെയ്താൽ 60 കിട്ടും. 5ന്റെ ക്യൂബായ 125 നിന്ന് 5 അങ്ങോട്ട് മൈനസ് ചെയ്താൽ 120 കിട്ടും. 6ന്റെ ക്യൂബായ 216 നിന്ന് 6 മൈനസ് ചെയ്താൽ 210 കിട്ടും. 6 കിട്ടിയത് 1 × 2 × 3. 1 × 2 × 3 ആണ് 6. പിന്നെയോ 24 കിട്ടിയത് 2 × 3 × 4. 2 × 3 × 4 ആണ് 24. പിന്നെയോ 60 കിട്ടിയത് 3 × 4 × 5. 12 5 60. ശരി. പിന്നെയോ 120 ഇട്ടിട്ട് 5 × 4 × 5 × 6. പിന്നെയോ 5. അടുത്തത് കിട്ടത് 5 × 6 × 7. എന്താ മോന്റെ പേര്? ജസിൽ ജാഫർ. എവിടെ സ്ഥലം? സീതി സാഹിബ്. എന്നാ പിന്നെ ഓക്കെ, സീതി സാഹിബിലെ കുട്ടിയാണ്. അവിടെ എന്താ വെളിച്ചില്ലാന്നുണ്ടോ? വിളിച്ചില്ല. വെളിച്ചില്ല. ശരി, സീതി സാഹിബിലെ കുട്ടിയാണ്. തളിപ്പറമ്പ് അല്ലയോ?
ആ ശരി. കണ്ണൂർ ജില്ല. ഓക്കേ. അപ്പൊ ഫെർമിൻ ജോസേ, ഇത് തന്നെ ആയിരുന്നോ ഫെർമിൻ ജോസ് മനസ്സിൽ വിചാരിച്ചത്? അല്ല. ഫെർമിൻ ജോസ് വേറെ ഐഡിയ കണ്ടു. എങ്ങനെയാണ്? അതായത് 0ഉം 6 തമ്മിലുള്ള ഡിഫറൻസ് 6. 0ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 6. അത് ശരി, മനസ്സിലായി. 6ഉം 24ഉം തമ്മിലുള്ള വ്യത്യാസം 18. അപ്പൊ ഇത് 6, ഇത് 18. പിന്നെയോ 24ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം 36. 18ന്റെ ഇരട്ടി ഇല്ലേ? പിന്നെയോ 60ഉം 120ഉം തമ്മിലുള്ള വ്യത്യാസം 60. അതെന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു. എന്നിട്ട് 6ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം 12. പിന്നെ 18ഉം 36ഉം തമ്മിലുള്ള വ്യത്യാസം 18. ആയിക്കോട്ടെ. 36ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം 24. എന്നിട്ട് ഇവിടെ നമുക്ക് 12, 18, 24. 6 കൂടി പോകുന്നു. ഞാൻ തലക്ക് കൈ കൊടുത്ത കണ്ടിക്കില്ലേ ഫെർമിൻ ജോസേ? ഒരു മിനിറ്റ് കൊണ്ട് എന്തിനാണ് ഇത്രയൊക്കെ സാഹസം ചെയ്യുന്നത്? നേരത്തെ ആ ചെറിയ പറഞ്ഞില്ലേ, മറ്റേ ആ സീരിയസ് സാഹിബിലുള്ള മോൻ പറഞ്ഞില്ലേ, എന്താ ചെറിയന്റെ പേര് പറഞ്ഞു എന്നോട്. എന്തായാലും മോനെ എന്റെ പേര് ജസീൽ പറഞ്ഞു കേട്ടില്ലേ? അതല്ല കുറച്ചുകൂടി എളുപ്പം തോന്നുന്നത് അല്ലേ ഫെർമിൻ ജോസേ? ചിലപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 0 ഇത് അവിടെ 0 ഉണ്ട്, പേരിന് വശം പോയ ഈ 0, 24ഉം പിടിക്കുകള്, ഈ 6ഉം 60ഉം പിടിക്കും. അങ്ങനെ ഇടപെട്ടും ഒക്കെ ചെയ്തൊക്കെ നോക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്പർ സീരീസിന് 2 മാർക്കത്തിൽ ഉത്തരം എഴുതാം. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്പർ സീരീസിൽ 5 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ എഴുതിയ നമ്പർ സീരീസിൽ ഉത്തരം ശരിയായിരിക്കും. പക്ഷെ ആൻസർ കീ വരുന്ന സമയത്ത് വേറെ ആയിരിക്കും. അതെന്താ കാരണം എന്ന് പറഞ്ഞാല്, ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം തരാം. 3, 5, 7 അടുത്ത നമ്പർ ഏതാ? 9. അവിടെ ഫെർമിൻ ജോസ് ചോദ്യകർത്താവ് ഉദ്ദേശിച്ച ഉത്തരം അതല്ല, 9 അല്ല. അദ്ദേഹം ഉദ്ദേശിച്ച ഉത്തരം 11. എന്തായിരിക്കും? തയ്യാറാക്കുന്ന സമയത്ത് ആ ചോദ്യം നേരിടുന്ന കുട്ടികൾ ഒരു USS കുട്ടിയൊക്കെ ആണെങ്കിലും NMMS കുട്ടിയാണെങ്കിലും ആ കുട്ടിയോട് ഒരിക്കലും 3ാം ക്ലാസ്സിലെ ഒരു ചോദ്യം ചോദിക്കില്ല. അപ്പൊ 9 അല്ല. ആ കുട്ടി മനസ്സിലാക്കിയിട്ട് 11ലേക്ക് കടക്കുമ്പോഴാണ് ആ കുട്ടിക്ക് പ്രൈം നമ്പറിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ 2 ഉത്തരം കാണും. ശരിയായ ഉത്തരം, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഉത്തരമാണ് നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. ശരി. 4, 13, 7, 16, 10 dash. Options are 19, 17, 13, 15. 4, 13, 7, 16, 10. Next, what is the next number? 19. എങ്ങനെയാണ് ഈ 19 കിട്ടുന്നത് അറിയാൻ പറ്റുമോ? പറയാൻ പറ്റും സാർ. എങ്ങനെയാണ്? ആദ്യം 9 കൂട്ടി, പിന്നെ 6 കുറച്ചു. എപ്പോഴും ഇങ്ങനെ ചൊറച്ചുകൊണ്ടാണ് പോകുന്നത്. ശരി, ആദ്യം 9 കൂട്ടി, പിന്നെ 6 കുറച്ചു. എന്നാ പിന്നെ 3 കൂട്ടിയാ പോരേനോ? എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നും. ആരാധ്യ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ ഫെർമിൻ ജോസ് പറഞ്ഞിരിക്കുന്നത് 6 കുറച്ചു. പക്ഷെ അങ്ങനെ 3 കൂട്ടിയാ പോരെ സാർ? അതായത് ആദ്യത്തെ സംഖ്യ കിട്ടാൻ 9 കൂട്ടി, രണ്ടാമത്തെ സംഖ്യ കിട്ടാൻ 9 കൂട്ടി, മൂന്നാമത്തെ സംഖ്യ കിട്ടാൻ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് 6 കുറച്ചു, മൂന്നാമത്തെ സംഖ്യ കിട്ടാൻ 6 കുറച്ചു. എന്നിട്ട് അടുത്ത സംഖ്യ കിട്ടാൻ 9 കൂട്ടി, അതിനുശേഷം 6 കുറച്ചു, പിന്നെ 9 കൂട്ടി 19 കിട്ടി. അത് ഏകദേശം തരും. ഇത് വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാം.
ശരി. 13ന്റെ കൂടെ 3 കൂട്ടിയാൽ 16 കിട്ടുമല്ലോ. നിങ്ങളെന്താണ് ഉണ്ടാത്ത? യെസ് ഓർണോ? യെസ്. 7ന്റെ കൂടെ 3 കൂട്ടിയാൽ 10 കിട്ടുമല്ലോ. യെസ്. 16ന്റെ കൂടെ 3 കൂട്ടിയാൽ 19 കിട്ടും. ഇനി മനസ്സിലായവർ യെസ് എന്ന് പറയാം. 7 കുട്ടി 4 + 3 7, 13 + 3 16. അങ്ങനെ ആ ഒന്നിടവിട്ടൊന്ന് കൂട്ടി നോക്കിയാൽ ഉത്തരം കിട്ടേണ്ടതാണ്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 23, 47 നെക്സ്റ്റ് നമ്പർ നെക്സ്റ്റ് നമ്പർ അല്ല, ചില 151, 143, 107, 95. പറയൂ മക്കളെ, എല്ലാവരും ഒരേ സ്വരത്തിൽ എത്രയാണെന്ന്. 95 ആണ് ശരി മോളി. അത് ശരി വെച്ചു. എങ്ങനെ കിട്ടിയെന്ന് പറയണം. 5നോട് 6 11 കിട്ടി. 11നോട് 12 കൂട്ടിയപ്പോൾ 23 കിട്ടി. 23 കിട്ടി. പിന്നെ 24 കൂട്ടിയപ്പോൾ 47 കിട്ടി. പിന്നെയോ? പിന്നെ 48 കൂട്ടിയപ്പോൾ 95. 48 കൂട്ടിയപ്പോൾ 95 കിട്ടി എന്ന് ആ കുട്ടി പറയുന്നു. 2 + 1 ആണ് 11. അതൊരു നല്ല മാർക്കാണ്. 5ന്റെ ഇരട്ടിക്കൂടെ 1 കൂട്ടി. പിന്നെയോ 11ന്റെ ഇരട്ടി 11 × 2 + 1 ആണ്. അപ്പോ 11ന്റെ ഇരട്ടി. യെസ്, അതാണ് ശരി. അത് കുറച്ചുകൂടി നല്ല മാർക്കാണ്. 5ന്റെ ഇരട്ടിയുടെ കൂടെ 1 കൂട്ടി, 11ന്റെ ഇരട്ടിയുടെ കൂടെ 1 കൂട്ടി, 23ന്റെ ഡബിളിന്റെ കൂടെ 1 കൂട്ടി, 47ന്റെ ഡബിളിന്റെ കൂടെ 1 കൂട്ടിയിട്ട് 95ലേക്ക് പോയി. ഇനി 95ന്റെ ഇരട്ടിയായ 190ന്റെ കൂടെ 1 കൂട്ടിയാൽ 191 കിട്ടും. ഇപ്പം മനസ്സിലായവർക്ക് യെസ് എന്ന് ഉറക്കെ പറയാം. 3, 7, 13, 21 dash. Options are 29, 31, 33, 35. ആൻസർ കിട്ടിയവർക്ക് വിളിച്ച് പറയാം. 3 മൈനസ് അല്ല 3 1 മൈനസ് അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് 2. 3ന്റെ ഡിഫറൻസ് 4. 13ലേക്കുള്ള ഡിഫറൻസ് 6. 13ന് 21ലേക്കുള്ള ഡിഫറൻസ് 8. അപ്പോ ഇവിടെ ഈവൻ നമ്പേഴ്സിന്റെ ആ ഒരു പാറ്റേണിലാണ്. അപ്പൊ നെക്സ്റ്റ് 26 ശരിയാണ്. 10 കൂട്ടിയാൽ 31 കറക്റ്റ് പറഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 2-3 ചോദ്യങ്ങൾ ഇതിൽ നിന്നും തരാം. ഒരു ചോദ്യം സാറ്റ് പേപ്പറിൽ നിന്നും തരാം. അപ്പൊ മക്കൾ ആ ചോദ്യം ഒന്ന് എഴുതിയെടുത്തോളൂ. നമ്മുടെ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ നിങ്ങൾ യൂട്യൂബിലൂടെ തന്നെ പ്രതികരിച്ചാൽ മതി. അതിന്റെ അടിയിൽ ഞാൻ നോക്കും, കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതിയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നർത്ഥം. ആ ചോദ്യം പിടിച്ചോളൂ. 1ാമത്തെ ചോദ്യം ഹോംവർക്കാണേ, ഇപ്പം വേണ്ട. 1, 1, 4, 8, 9, 27 dash. ചോദ്യം ഒന്ന് വായിച്ചേ. 1, 1, 4, 8, 9, 27 dash. അതിന് ഓപ്ഷൻ ഒന്നും ഞാൻ തരുന്നില്ല. ഈ ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ ഒന്നും തരാതെയാണ് നിങ്ങൾക്ക് ആ ചോദ്യം ഞാൻ തരുന്നത്.
അപ്പൊ മക്കള് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. കൂട്ടത്തില് ഞാൻ ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് തരാം. ആ ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ഒരു പെട്ടി വരയ്ക്കും ഇങ്ങനെ, അതിനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പെട്ടി വരയ്ക്കുക. ഇതേപോലുള്ള 3 എണ്ണം വേണം. അപ്പൊ ഞാൻ 3 എണ്ണം വരയ്ക്കാൻ എന്താ ചെയ്യുന്നത് നോക്കട്ടെ. കോപ്പി പേസ്റ്റ്, 1, കോപ്പി പേസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള 3 എണ്ണം നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. 46, 5, 3, 46, 2, 5, 25, 5, 5, ഇവിടെ 1, 1 7, 7 ഇവിടെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ആ ഫില്ല് ചെയ്ത് എത്തിയാൽ നിങ്ങൾ തീരുമാനിക്കണം. ഓപ്ഷൻസ് ഞാനത് അടിയിൽ കൊടുക്കുന്നുണ്ട്. 30, 28, 25, 28 കൂടി തിരിഞ്ഞു 28, പിന്നെ 25 ഉണ്ട്, പിന്നെ നമുക്ക് 19 കൊടുക്കാം. ജോസ് ഈ 2 ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കുമോ? 1, 1, 4, 8, 9, 27. What is the next number? Second question. What next? ശരി, ഈ 2 ചോദ്യങ്ങൾ മാറ്റ് പേപ്പറായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ്. അത് ഒന്ന് ഞാൻ തന്നിരിക്കുന്നത് നമ്പർ സീരീസ് നിന്നാണ്, മറ്റൊന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന കാര്യത്തിൽ നിന്നാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് രണ്ടും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതിനുശേഷം ഞാൻ മറ്റൊരു ചോദ്യം തരുന്നുണ്ട്. ആ ചോദ്യമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ യെസ് അല്ലെ വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. ഇവിടെ ഈ വരച്ചിരിക്കുന്നത് എല്ലാ സൈഡും ഈക്വലായ ഒരു പോളിഗൺ ആണെങ്കിൽ ഈ പോളിഗണിന്റെ പേരെന്താ? പെന്റഗൺ. അത് എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ അതിനൊരു പേരുണ്ടല്ലോ, റെഗുലർ പോളിഗൺ. അപ്പൊ മക്കളെല്ലാം പറഞ്ഞ ഇത് എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ 5 സൈഡും ഉണ്ടെങ്കിൽ അതിന്റെ പേരെന്താ മക്കളെ? സമയത്ത് അത് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ. അതിനു വേണ്ടിയിട്ടല്ല ഈ ചിത്രം വരച്ചത്. ചിത്രം വരച്ചത് വേറെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ഓർത്ത് വെച്ചോളൂ. എന്താണ്? വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായ ഏക ബഹുഭുജമാണ് പെന്റഗൺ. ഞാൻ പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കൊടുക്ക് ഫെർമിൻ ജോസ്. സാർ ഒന്നുകൂടെ പറയാവോ? വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും, ഈ വികരണം എന്നൊക്കെ വരച്ച് കാണിച്ചു തരാം. ഇതൊക്കെ വരച്ച് കാണിച്ചു തരാം. 1, 2, 3, 4, 5 വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏത്? പെന്റഗൺ ആണ്. ആ ചോദ്യം എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇതിലുണ്ടല്ലോ, ഒന്ന് സഹായിക്കാമോ? വശങ്ങളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏത്?
എഴുതി വെച്ചോളൂ. എന്ത്? The polygon whose sides and diagonals are equal. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഉത്തരം ഫെർമിൻ ജോസെ? പെന്റഗൺ. പെന്റഗൺ ആണ് ഉത്തരം. അപ്പൊ ഇവിടെ എന്തോ ഒന്ന് കുറഞ്ഞു വെച്ചിട്ടുണ്ട്. പോളിഗൺ whose sides and diagonals are equal, അല്ലേ? അപ്പോൾ അത് ചില സമയത്ത് ചോദിക്കാം. പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല ഇത് വരച്ചത്. ഇത് വരച്ചത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ അങ്ങോട്ടും ഒഴിവാക്കുകയാണ്. ഇത് നമ്മൾ വേറൊരു കാര്യത്തിനാണ് വരച്ചത്. ഓഹോ, വരച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയോ, നല്ല ചോദ്യം. ഇതേ രീതിയിലുള്ള ചോദ്യം എന്തായാലും നിങ്ങൾക്ക് വരും. അതുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വര, അവിടുന്ന് ഇങ്ങോട്ടൊരു വര. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കിക്കോളൂ എല്ലാവരും. ഈ മിഡിലുള്ള ഈ ട്രയാങ്കിളിനെ പെൻസിൽ ചരിച്ച് പിടിച്ചുകൊണ്ട് എല്ലാ മക്കളും അങ്ങ് ഷെയ്ഡ് ചെയ്തു കൊടുക്കും. അല്ല, ഞാനിതിങ്ങനെ ചെയ്യാന്നല്ലാണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ മക്കളെ? ഷെയ്ഡ് ഒന്ന് വൃത്തിയായിട്ട് ചെയ്തോളൂ. എന്ത് രസം ഇങ്ങനെ കൊടുക്കുന്നൊക്കെ. ഒന്നുമില്ല, അതൊരു ട്രയാങ്കിൾ അല്ലേ, ഒന്ന് രസമായിട്ട് ചെയ്തു കേട്ടോ. ശരി. അപ്പൊ ഇത് ചിത്രം കണ്ടാൽ പിന്നെ ചോദ്യം എല്ലാം വളരെ ഈസി അല്ലേ? നോക്കോളെ, എന്താ ചോദ്യം നോക്കോളെ. ഈ ചോദ്യത്തിന് ഞാൻ റേഷ്യോ ആയിട്ട് കണക്ട് ചെയ്യാം. എന്താ ഈ റേഷ്യോ എന്ന് പറഞ്ഞാല് അംശബന്ധം. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ച അംശബന്ധം എടുത്തിട്ട് 8ാം ക്ലാസ്സിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പെന്റഗണും എല്ലാം കൂടി വെച്ചിട്ട് ഒരു കളിയാണ് ഉണ്ടാക്കിയ ചോദ്യമാണ് തരികയാണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കണ്ടെത്തുന്നത്. പോയോ? അടുത്ത ക്ലാസ്സിൽ ഈ ചോദ്യത്തിന്റെ ആൻസർ കണ്ടെത്തും. കാണുന്നുണ്ടാവുമല്ലോ ചിത്രം, അല്ലേ? ശരി. ചോദ്യം ഇതാണ്. The figure shows a regular pentagon. What is the ratio of the angles of the shaded triangle? ചോദ്യം ഒന്ന് വായിച്ചേ. The figure shows a regular pentagon. What is the ratio of the angles of the rectangle? എന്തെന്ന് അങ്ങനൊന്നല്ലേ ഞാൻ പറഞ്ഞു. rectangle. അതങ്ങനെ the figure shows a regular pentagon. What is the ratio of the angles Of the triangle. of the shaded എന്നാണ്. അതവിടെ ഉണ്ട്. of the shaded ഇങ്ങോട്ട് മേലോട്ട് കയറി പോകുന്നുണ്ടോ? of the shaded triangle എന്നല്ലേ? അല്ലേ? Yes. ഹലോ, അതെ. അപ്പൊ ഓഫ് ദ ഷെയ്ഡഡ്, ഇവിടെ ഷെയ്ഡ് എന്ന് കൂടി ഷെയ്ഡഡ് ട്രയാങ്കിൾ. മലയാളം ഇതാണ്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിന്റെ കോണുകൾ തമ്മിലുള്ള ആംഗിൾസ് തമ്മിലുള്ള ആ ആംഗിൾസ് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. ഈ ആംഗിൾസ്, ഇതിങ്ങനെ ആംഗിൾ കാണാറ്. ഈ ആംഗിൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, അംശബന്ധം എന്തായിരിക്കും എന്നാണ് ചോദ്യം. കുറച്ച് നിലവാരം കൂടിയ ചോദ്യമാണ്. നിങ്ങൾ ചെയ്തേ മതിയാവും. 1:1:2 ആണോ, അല്ലെങ്കിൽ 1:2:2 ആണോ, അതല്ലെങ്കിൽ 2:3:3 ആണോ, അതല്ലെങ്കിൽ 2:2:3 ആണോ? ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ. 1:2:2, 1:2:2, 2:3:3, 2:2:3. അപ്പൊ മനസ്സിലായിക്കോളൂ. ഒന്നുകൂടി പറഞ്ഞു തരാം. ഇങ്ങനെ ഞാനൊരു റെഗുലർ പെന്റഗൺ ആണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്, വരച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കൂടെ തന്നെ ഞാൻ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ആ ട്രയാങ്കിൾ അങ്ങോട്ട് ഷെയ്ഡ് ചെയ്തു. എന്നിട്ട് ആ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും 3 ആംഗിളും കൂട്ടിയാൽ 150 ആണെന്ന് എനിക്കറിയാം.
ഇപ്പൊ ചോദിച്ചത് ഈ ഓരോ ആംഗിളും തമ്മിലുള്ള റേഷ്യോ ഇതിൽ ഏതാണ്? 1:2:2 ആണോ? 1:1:2 ആണോ? 2:3:3 ആണോ? 2:2:3 ആണോ എന്നാണ് നിങ്ങളുള്ള ചോദ്യം. ഈ ചോദ്യത്തിനും കൂടി നേരത്തെ ചോദ്യത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മക്കൾ ഉത്തരം എഴുതിക്കോളൂ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 150-ൽ മേലെ കുട്ടികൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ ആൻസർ വേണ്ട, അടുത്ത ക്ലാസ്സിൽ ആൻസർ മതി. അടുത്ത ക്ലാസ്സിലേക്ക് ആൻസർ ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. ഇനി ഒരു കാര്യം മക്കളോട് ചോദിച്ചോട്ടെ. മക്കളെ, നമുക്ക് നാളെ കഴിഞ്ഞാൽ ഓണമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് മക്കളെ. ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും ഓണം ആശംസിക്കുകയാണ്. ടീച്ചേഴ്സോട് കൂടി ചോദിച്ചു നോക്കാം. നമുക്ക് നമ്മളെ ഗ്രൂപ്പ് ചേർത്ത ടീച്ചേഴ്സും കൂടി ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മക്കളെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഓൾ ദി ബെസ്റ്റ്.